ഹായ് ഗൈസ്, ഹലോ. അപ്പം ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കിടക്കി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ എന്താ ഇപ്പം എനിക്ക് ഇന്ന് ആക്ച്വലി ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ടും റെഡിയായി. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് വ്ലോഗ്, നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. നെക്സ്റ്റ് ക്യൂവിൽ വെയിറ്റിംഗ്. മുകളിൽ കാണുന്ന യെല്ലോ ഫ്ലവർ ഒന്നും പൊട്ടിച്ച് കൊണ്ടുവരണേ. നീ എവിടെയാ? നീ ആദ്യം പോയത് പൊട്ടിക്കടാ. എന്താ സംഭവം എഴുതിയേക്കുന്നത് നോക്ക്, എന്നിട്ട് അതുപോലെ വേറെ കുറേ ക്ലൂസ് ഉണ്ടാവേ. അതൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ആക്ച്വലി കുറേ എഴുതണം എന്ന് വിചാരിച്ചതാ, പക്ഷെ സമയമില്ല. ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താ സംഭവം ഇതെന്ന്. ആക്ച്വലി ഞാനൊരു ഹൈക്കിംഗ് ആണ് വിചാരിച്ചത്. അവിടെ എവിടെയൊക്കെ കുറച്ച് പേപ്പേഴ്സ് എഴുതി വെച്ചിട്ട് അവൻ ആ ഓരോരോ പേപ്പേഴ്സിൽ നിന്നും മറ്റൊരു പേപ്പർ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അവസാനം ലാസ്റ്റ് നമ്മൾ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടാവും, അത് അവൻ കണ്ടുപിടിക്കണം. അതായിരുന്നു. പക്ഷേ എന്തൊക്കെയൊക്കെയോ സംഭവിക്കുകയാണ് ഗൈസ് ഇവിടെ. പിന്നെ എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഇത് ജസ്റ്റ് എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രമാണ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഏത് ബെഞ്ചാ ഞാൻ ബെഞ്ചും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കണം അല്ലേ ഗൈസ്? അതെ. അപ്പൊ ഗൈസ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. ഞാൻ അവിടെ ഒളിച്ചു നിൽക്കുക ഗൈസ്, ഒളിച്ചു നിൽക്കുക. നമുക്ക് ഇവിടെ നിന്ന് വരണ്ടോ നോക്കാം അവൻ. ഓക്കെ, എൻ്റെ ഗൈസ് എന്താവും അറിയാൻ പാടില്ല. ഞാൻ കുറേ എഴുതണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ സമയമില്ല. എനിക്ക് ഇന്ന് ഇവന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അങ്ങോട്ട് പ്ലാൻ ചെയ്തെങ്കിലും അങ്ങോട്ട് റെഡി ആയില്ല. സാരമില്ല, നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വാലന്റൈൻസ് ഡേ ഉണ്ടല്ലോ അല്ലേ? ആക്ച്വലി എന്തൊക്കെയാണ് ഞാൻ എഴുതി വെച്ചതെന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ആ പൊട്ടാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പിൽ എടുക്കാതെ പോർട്രേറ്റിൽ എടുത്ത് വെച്ചു. നമ്മുടെ റീൽസൊക്കെ എടുക്കുന്ന പോലെ എടുത്തു വെച്ചു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പം അവനെന്നെ വിളിക്കും ഗൈസ്, കാരണം അതിൽ ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത്. സോ നമ്മൾ അതിൽ അങ്ങനെ എഴുതിയത് കൊണ്ടാവും വിളിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. നോക്കാം വിളിക്കുമായിരിക്കും. വെയിറ്റിംഗ്. കാണുന്നില്ല. പോയാ പേപ്പർ ഇറങ്ങാൻ പോയോ? ഒന്നാമത് ഒടുക്കത്തെ കാറ്റായിരുന്നു ഗൈസ്. അവിടെ കളിക്കുന്ന പിള്ളേരുടെ അടുത്ത്, പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ കയ്യിൽ അങ്ങനെ കുറേ അധികം പേപ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോന്നിൽ ഞാൻ ഓരോ ടൈപ്പ് സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കതൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആക്ച്വലി നെക്സ്റ്റ് അവൻ എന്നെ കോൾ ചെയ്യേണ്ടതായിരുന്നു. അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് കോൾ വരാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ആ പേപ്പർ പറഞ്ഞു പോയിന്ന്. ഹലോ ആക്കിടി. ഓക്കെ ഉമ്മ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു അമ്പലം കണ്ടോ? ചെരുപ്പിടണ്ട, നീ അവിടെ പുറത്ത് തന്നെ നിന്നിട്ട് ഒന്ന് നോക്കി. പൊട്ടൻ, ഞാൻ ക്ലൂ പറയണേക്ക് മുന്നേ കട്ട് ചെയ്തു. അതെ ഗൈസ്, അടുത്ത ക്ലൂ ഞാനായിരുന്നു പറഞ്ഞു കൊടുക്കണ്ടേ. അതിൻ്റെ ഒരു ഫുൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അവൻ കട്ട് ചെയ്തു. അവൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാനൊരു സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞു അമ്പലത്തിൽ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ അമ്പലത്തിൽ തപ്പി തുടങ്ങി. നമുക്ക് പോകാനുള്ള ടൈമായി ഗൈസ്, ടൈമായി. കിട്ടിയായിരുന്നോ? വായിച്ചോ? ഇങ്ങോട്ട് വന്ന് ഇവിടെ എങ്ങനെ നിന്നെ കയറ്റി വിട്ട്? ഈ അപ്പാർട്ട്മെന്റിലോട്ട് നിന്നെ എങ്ങനെ കയറ്റിട്ട്? അതൊക്കെ കിട്ടി. എന്നാ നോക്ക്. അതെ, സെറ്റ് സാധനം. ഞാൻ അന്ന് ഇത് നോക്കിയതല്ലേ ഈ സാധനം പോയി നമ്മള് ടൈറ്റാന്റെ കടയില്. ഇതെന്താ അത്? നീ എന്നെ കുറച്ച് നടത്തി. ക്ഷമിച്ചിരിക്കുന്നു. എവിടെ പറിക്കാൻ പറഞ്ഞ പൂവ്? എന്ത് തേങ്ങയാണെങ്കിലും എവിടെ പറിക്കാൻ പറഞ്ഞ പൂവ്? എവിടെ? ക്ലൂ എല്ലാം ഉണ്ട്. പൂവുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ പറിക്കത്തുള്ളൂ കേട്ടോ. കണ്ടോ എൻ്റെ ഗായ്സ്? അപ്പോൾ ഇതാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി. ആക്ച്വലി ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷേ നമുക്ക് ഇവന്റ് ഉള്ളത് കൊണ്ട്, നമുക്ക് പോവാനുള്ളത് കൊണ്ട് നമ്മള്. എന്റെ ഏറ്റവും വലിയ സംശയം എന്ന് വെച്ചാൽ ഇവളെ എങ്ങനെ ഇതിനകത്തൊരു കടത്തി വിട്ടിയാണ്. ഞാൻ ഇപ്പൊ പോയി സെക്യൂരിറ്റി സംസാരിക്കട്ടെ.
ഞാൻ സെക്യൂരിറ്റിക്ക് കൈവശം കൊടുത്തു. അല്ലേ അങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നമുക്കൊരു ഇവൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിടിയനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാട്ടില്ലാണ്ട് എന്ത് അല്ലേ. അൺഎക്സ്പെക്റ്റഡ്ലി അന്നൊരു സംഭവം സംഭവിച്ചു. എനിക്ക് കിടി തന്ന ഗിഫ്റ്റ് എന്താണെന്ന് അറിയണോ? ഞാൻ അന്ന് കമ്മലിടാണ്ടാട്ടോ വന്നത്. അവൻ എനിക്ക് തന്നതും സിൽവർ കമ്മൽ, അതുപോലെ തന്നെ ഒരു സിൽവർ റിങ്ങും ആയിരുന്നു ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ അത്ര ഞെട്ടിയിരിക്കുകയാണ് ആ ഗിഫ്റ്റ് കണ്ടിട്ട്. കാരണം കമ്മലിടാണ്ടും ഞാൻ വന്നേക്കുവാണ്. അതാണ് എനിക്കൊരു റിങ്ങും പിന്നെ കമ്മലും താങ്ക് യു കിടി, താങ്ക് യു. ഇതെങ്ങനെയുണ്ട് ഇന്നത്തെ ഔട്ട്ഫിറ്റ്? കിടി മേടിച്ചു തന്നതാണ്. നല്ലതാണോ? താങ്ക് യു സോ മച്ച്. നല്ലതെന്നല്ലേ നിങ്ങൾ പറഞ്ഞാൽ? അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്നു. അല്ലെങ്കിലും ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഫെബ്രുവരി 14 ഞങ്ങൾ ആദ്യമായിട്ടാണ് കാർ കപ്പിൾ എന്നുള്ള രീതിക്ക് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് ഈ ഒരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോ ആണ് വൈറലായത്. അതിന് ശേഷമാണ് ഞങ്ങൾ കംപ്ലീറ്റ്ലി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആയിക്കോട്ടെ എല്ലാം ഒന്ന് അടിപൊളിയായിട്ട് റീച്ച് ആയതൊക്കെ. അപ്പം ഈ ഒരു ദിവസം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച വേറൊരു കാര്യത്തിലൊന്നാണിത്. ഇവൻ്റ് എൻ്റെ ആയിരുന്നെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അതും കിടിയുടെ വക ആയിരിക്കും. വാലന്റൈൻസ് ഡേ അല്ലേ, അവനല്ലാതെ പിന്നെ ആര്? അതിനുശേഷം എന്താ ഞാനും നമ്മുടെ ഡെൽഫി കുട്ടനും കൂടെ ഫുൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു വൈബ് അടിച്ച് ഫെബ്രുവരി 14 അങ്ങനെ തീർന്നുപോയി ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫെബ്രുവരി 14 ആയിരുന്നത്. ഇങ്ങനത്തെ കുട്ടി കുട്ടി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ ബൈ.